+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നോക്കാം. ദ കാർട്ടീഷ്യൻ ഓഫ് സെറ്റ്സ്. The Cartesian product of two sets A and B is a new set containing all possible ordered pairs where the first element of each pair comes from A and the second element comes from B. It is denoted as A into B. രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിലുള്ള എലമെന്റുകളുടെ എല്ലാ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സും, ഈ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് സെറ്റിൽ നിന്നുള്ളതും സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് സെറ്റിൽ നിന്ന് ഉള്ളതുമാണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ എ ഇൻറ്റു ബി ഈ ഒരു രൂപത്തിലാണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെറ്റ് എ ഈക്വൽ ഓരോ സ്റ്റേറ്റിന്റെയും കോഡ്, സെറ്റ് ബി അവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റിന്റെ കോഡ്. അപ്പൊ ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ലൈൻസ് വരച്ച് ചെയ്ത കുറച്ച് എളുപ്പമായിരിക്കും. അതിൽ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്, അതായത് എയിലുള്ള എലമെന്റ് ഹൊറിസോണ്ടലായിട്ട് ഇതിന്റെ അടിയിൽ എഴുതണം, DL MP KA. സെറ്റ് ബിയിലുള്ള എലമെന്റ് 01 02 03 അത് വെർട്ടിക്കലായിട്ട് ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് എഴുതണം, ഇങ്ങനെ ഡോട്ട് ഇട്ട്. എന്നിട്ട് പേഴ്സ് എടുക്കുമ്പോൾ DL 01 DL 02 DL 03, അത് കഴിഞ്ഞ് MP01 MP02 MP03, പിന്നെ KA 01 KA 02 KA 03. മൊത്തം 9 എലമെന്റ്സ് കിട്ടി. അപ്പോൾ 9 പെയേഴ്സ് കിട്ടി. രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പെയറിന്റെ എണ്ണം കാണാൻ രണ്ട് സെറ്റിലുള്ള എലമെന്റ്സിന്റെ നമ്പർ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ സെറ്റ് എയിൽ 3 എലമെന്റ്സ് ഉണ്ട്, സെറ്റ് ബിയിൽ 3 എലമെന്റ്സ് ഉണ്ട്. അപ്പം 3 into 3 ടോട്ടൽ 9 പെയേഴ്സ് കിട്ടും, 9 ഓർഡേർഡ് പെയേഴ്സ്. ഇനി അടുത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. 2 ordered pairs are equal if and only if the corresponding first elements are equal and the second elements are also equal. ഇപ്പോൾ 2 പെയർ തന്നു, 2 പെയറും ഈക്വൽ ആവണമെങ്കിൽ അതിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം. അതിലെ എല്ലാ എലമെന്റും ഈക്വൽ ആണെങ്കിൽ 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റൂ. If there are P elements in A and Q elements in B, then there will be PQ elements in A into B. i.e. if n of A equal P and n of B equal Q, then n of A into B equal PQ. ഇത് നേരത്തെ പറഞ്ഞ തന്നെ ഓർഡേർഡ് പെയേഴ്സിന്റെ എണ്ണം കാണാൻ രണ്ട് സെറ്റിലുള്ള ആ ഒരു നമ്പർ ഓഫ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. If A and B are non-empty sets and either A or B is an infinite set, then so is A into B. ഇപ്പം എയും ബിയും നോൺ എംപ്റ്റി സെറ്റും അതിലേതെങ്കിലും ഒരു സെറ്റ് ഇൻഫൈനറ്റ് ആണെങ്കിൽ ഈ ഓർഡേർഡ് പേഴ്സും ഇൻഫൈനറ്റ് ആയിരിക്കും. അടുത്തത് A into A ഈക്വൽ ദ സെറ്റ് ഓഫ് all ABC such that ABC belongs to A. Here ABC is called an ordered triplet. അപ്പം ഒരു സെറ്റിനെ തന്നെ 3 വട്ടം ഗുണിക്കുമ്പോൾ, അതെ 3 വട്ടം അതിൻ്റെ ആ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതിനെ നമ്മൾ ഓർഡർ ട്രിപ്ലറ്റ് എന്ന് പറയും. പിന്നെ മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു സെറ്റും നൾ സെറ്റും തമ്മിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്ത ആൻസർ നൾ സെറ്റാണ്. അടുത്ത 5ാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് R is the set of all real numbers, what do the Cartesian products R into R and R into R into R represent? അപ്പോൾ R സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ R into R എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ സ്പേസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. R into R into R 3 ഡയമെൻഷണൽ സ്പേസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. R into R ആകുമ്പോൾ അവിടെ X ആക്സിസും Y ആക്സിസേ വരുന്നുള്ളൂ. R into R വരുമ്പോൾ അവിടെ X ആക്സിസ് Y ആക്സിസ് Z ആക്സിസും വരുന്നു. ഇനി അടുത്ത് നമുക്ക് എക്സർസൈസ് 2.1ലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. എക്സർസൈസ് 2.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് x/3 + 1, y - 2/3 equal to 5/3, 1/3, find the values of x and y. ഇവിടെ സിൻസ് ദ ഓർഡേർഡ് പേഴ്സ് ആർ ഈക്വൽ, ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഇതൊരു ഓർഡേർഡ് പെയർ ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെ എഴുതിക്കൊണ്ട് x/3 + 1 ഈക്വൽ 5/3 എന്നും y - 2/3 ഈക്വൽ 1/3 എന്നും എടുത്ത് വെവ്വേറെ ഇക്വേഷൻസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് h/3 + 1 equal 5/3 implies h + 3/3 equal 5/3 implies
x plus 3 equal 5 by 3 into 3 implies x plus 3 equal 5, x equal 2 എന്ന് ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഒയ്യും ചെയ്യുക. ആൻസർ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ 1 എന്ന് കിട്ടും. സിമ്പിളാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇഫ് സെറ്റ് എ ഹാസ് 3 elements ആൻഡ് സെറ്റ് ബി ഈക്വൽ സെറ്റ് 3 4 5 then find the number of elements in a into b. അപ്പോൾ ഇവിടെ സെറ്റ് എയിൽ 3 എലമെന്റ് ഉണ്ട്, സെറ്റ് ബിയിലും 3 എലമെന്റ് ഉണ്ട്. എ ഇൻറ്റു ബിയിലെ എലമെന്റ്സ്, അതായത് നമ്പർ ഓഫ് ഓർഡർഡ് പെയർ കണ്ടെത്തുക. അപ്പോൾ രണ്ട് സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 3 9, ടോട്ടൽ 9 ഓർഡർഡ് പെയർസ് കിട്ടും. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇഫ് ജി ഈക്വൽ സെറ്റ് 7 8 ആൻഡ് എച്ച് ഈക്വൽ സെറ്റ് 5 4 2 ഫൈൻഡ് ജി ഇൻറ്റു എച്ച് ആൻഡ് എച്ച് ഇൻറ്റു ജി. ആദ്യം ജി ഇൻറ്റു എച്ച്. അപ്പം ജി ആണ് ഫസ്റ്റ് സെറ്റ്. അതിലുള്ള എലമെൻറ്റ്സ് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ താഴെ എഴുതണം. ഈ രണ്ട് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതണം. എച്ച് രണ്ടാമത്തെ സെറ്റ്. അതിലുള്ള എലമെൻറ്റ്സിനെ വെർട്ടിക്കലായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് എഴുതണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ എഴുതാം, പിന്നെ കൺഫ്യൂഷൻ ആവാതിരിക്കുക ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് ഫസ്റ്റ് പെയർ 7 5 7 4 7 2 8 5 8 4 8 2 അങ്ങനെ എഴുതിയത്. അടുത്ത് എച്ച് ഇൻറ്റു ജി. ഇവിടെ എച്ച് ആണ് ഫസ്റ്റ് സെറ്റ്. അപ്പം എച്ചിലുള്ള എലമെൻറ്റ്സ് താഴെ ഹൊറിസോണ്ടലായിട്ട് എഴുതണം. അടുത്ത് ജിയിലുള്ള എലമെൻറ്റ്സ് വെർട്ടിക്കലായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് എഴുതണം. എന്നിട്ട് പേഴ്സായിട്ട് എഴുതിയത് 5 7 5 8 4 7 4 8 2 7 2 8. അടുത്ത നാലാമത്തെ ചോദ്യം, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റീറൈറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി. അതിൽ ഫസ്റ്റ് മാത്രമാണ് ഫാൾസ്. അതിൻ്റെ കറക്റ്റ് ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ്, ഇഫ് എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് ദെൻ എ ആൻഡ് ബി ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഓർഡർഡ് പെയർസ് എച്ച് ഐ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. അത് ട്രൂ ആണ്. തേർഡ്, ഇഫ് എ ഈക്വൽ സെറ്റ് 1 2 ബി ഈക്വൽ സെറ്റ് 3 4 ദെൻ എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ നൾ സെറ്റ്. അത് ട്രൂ ആണ്. ഇപ്പം ഒരു സെറ്റും നൾ സെറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ ആൻസർ നൾ സെറ്റ് എന്ന് തന്നെ വരും. എയും നൾ സെറ്റും തമ്മിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ആൻസർ നൾ സെറ്റ് തന്നെ വരും. അപ്പോൾ തേർഡ് ട്രൂ ആണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ സെറ്റ് -1 1 ഫൈൻഡ് എ ഇൻറ്റു എ. ഇവിടെ ആ ഒരു ഓർഡർഡ് ട്രിപ്ലറ്റ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ കാണാതെ പഠിച്ച് എഴുതി വയ്ക്കാം. അല്ലാതെ ഇപ്പം ചെയ്തെഴുതണമെങ്കിൽ ഫസ്റ്റ് എ ഇൻറ്റു എ ചെയ്യുക. ഇതുപോലെ എഴുതി ചെയ്ത കൺഫ്യൂഷൻ കുറയും. അത് കഴിഞ്ഞ് ആ കിട്ടുന്ന ആൻസറും എയും തമ്മിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുക. ഇങ്ങനെ രണ്ട് ലൈൻസ് വരച്ചിട്ട് എയിലെ -1 1 ഹൊറിസോണ്ടലായിട്ട് താഴെ എഴുതുക. അടുത്ത് എ ഇൻറ്റു എ, അത് കിട്ടിയ ഒരു ഓർഡർഡ് പേഴ്സ് വെർട്ടിക്കലായിട്ട് ഓരോന്നിതും താഴെ നിന്ന് മുകളിലോട്ട് എഴുതുക. ഇങ്ങനെ ചെയ്താൽ കുറച്ച് കൺഫ്യൂഷൻ കുറയും. മറ്റത് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഓരോന്നിതും എടുത്തെഴുതിയാൽ മതി. സിമ്പിളാണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഇൻറ്റു ബി ഈക്വൽ സെറ്റ് a, h, y, b, h, b, y. Find a and b. Since this is an ordered pair, the first element belongs to A and the second elements belong to B. ഇപ്പോൾ ഓർഡർഡ് പെയർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലുള്ളതാണ്. ഇപ്പോൾ എ ഈക്വൽ സെറ്റ് എ ബി, ബി ഈക്വൽ എക്സ് വൈ. സിമ്പിളാണ്. സെവൻത് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ സെറ്റ് 1 2 ബി ഈക്വൽ 1 2 3 4 സി ഈക്വൽ സെറ്റ് 5 6 and d ഈക്വൽ 5 6 7 8. Verify that A into B intersection C equal A into B intersection A into C. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യുക. അപ്പം ആദ്യം എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ സി എടുക്കാം. ഇവിടെ ബി ഇൻ്റർസെക്ഷൻ സി കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല, നൾ സെറ്റാണ്. അപ്പോൾ എ ഇൻറ്റു നൾ സെറ്റുമായിട്ട് ഒരു സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, നൾ സെറ്റാണ് ആൻസർ. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ്, എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ എ ഇൻറ്റു സി. ഇവിടെ ആദ്യം എ ഇൻറ്റു ബി എടുക്കുക. എ ഇൻറ്റു ബി ഇതുപോലെ എഴുതി ചെയ്താൽ മതി.
എടുത്ത് എ ഇൻറ്റു സി അതുപോലെ ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു ബിയും എ ഇൻറ്റു സിയും രണ്ടിലും കോമൺ എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നട്ട് സെറ്റ് എന്ന് കിട്ടും. ഹെൻസ് എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ എ ഇൻറ്റു സി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈഡ് ചെയ്തു. ഏഴാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ സെറ്റ് എ ഇൻറ്റു സി ബി ഇൻറ്റു ഡിയുടെ സബ്സെറ്റ് ആണെന്ന് തെളിയിക്കുക. എ ഇൻറ്റു സി സെറ്റ് 1 5 1 6 2 5 2 6. ബി ഇൻറ്റു ഡി ബി ഇൻറ്റു ഡി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സെറ്റ് കിട്ടുന്നുണ്ട്. എ ഇൻറ്റു സിയിലുള്ള എല്ലാ എലമെൻസും ബി ഇൻറ്റു ഡിയിലുണ്ട്. അതുകൊണ്ട് എ ഇൻറ്റു സി ബി ഇൻറ്റു ഡിയുടെ ഒരു സബ്സെറ്റാണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്ത എട്ടാമത്തെ ചോദ്യം ലെറ്റ് എ ഈക്വൽ സെറ്റ് 1 2 ആൻഡ് ബി ഈക്വൽ സെറ്റ് 3 4 റൈറ്റ് എ ഇൻറ്റു ബി ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ഇൻറ്റു ബി ഹാവ് ലിസ്റ്റ് ചെയ്താം. ആദ്യം എ ഇൻറ്റു ബി കണ്ടെത്തി എഴുതുക. നമ്പർ ഓഫ് സബ്സെറ്റ് കാണാൻ 2n. n എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം. ഇവിടെ എ ഇൻറ്റു ബിയിൽ മൊത്തം 4 എലമെൻസ് ഉണ്ട്. അപ്പോൾ 2⁴ 16 കിട്ടും. 16 സബ്സെറ്റ് ഉണ്ട്. സബ്സെറ്റുകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തെറ്റാതെ നോക്കി എഴുതിക്കോ. അടുത്ത 9ാമത്തെ ചോദ്യം ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ് സച്ച് ദാറ്റ് n ഓഫ് എ ഈക്വൽ 3 ആൻഡ് n ഓഫ് ബി ഈക്വൽ 2. ഇഫ് x, 1, y, 2, z, 1 are in A and B, find A and B where x, y, z are distinct elements. അപ്പം ഇവിടെ സെറ്റ് എയിൽ മൊത്തം 3 എലമെൻസും സെറ്റ് ബിയിൽ മൊത്തം 2 എലമെൻസും ഉണ്ടെന്ന് പറയുന്നു. എ ഇൻറ്റു ബി അതിൽ ഓർഡർഡ് പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. x, 1, y, 2, z, 1. അപ്പം എയിൽ മൊത്തം 3 എലമെൻസ് ആണ്. അപ്പോൾ ഇതിൽ ഓർഡേർഡ് പെയറായതുകൊണ്ട് തന്നെ ഫസ്റ്റ് എലമെൻറ്റ് എയിലുള്ളതും സെക്കൻഡ് എലമെൻറ്റ് ബിയിലുള്ളതുമാണ്. എ എന്ന് പറയുമ്പോൾ സെറ്റ് XYZ, ബി ഈക്വൽ സെറ്റ് 1 2. അടുത്ത് 10ാമത്തെ ചോദ്യം ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ഇൻറ്റു എ ഹാസ് 9 എലമെൻറ്റ്സ് എമോങ് വിച്ച് ആർ ഫൗണ്ട് -1 0 ആൻഡ് 0 1. ഫൈൻഡ് ദ സെറ്റ് എ ആൻഡ് ദ റിമൈനിങ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻറ്റു എ. അപ്പം ഇവിടെ എ ഇൻറ്റു എയിലെ ഒരു നമ്പർ ഓഫ് എലമെൻറ്റ്സ് 9 ആണെന്ന് പറയുന്നു. അതിനർത്ഥം ഓരോ സെറ്റിലും സെറ്റ് എയിൽ 3 എലമെൻ്റ് ഉണ്ട്. ഇവിടെ സെയിം സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം 3 × 3 9. ഒരു സെറ്റിൽ 3 എലമെൻ്റ് വെച്ചുണ്ട്. ഇവിടെ ഓർഡർഡ് പേഴ്സ് -1 0 0 1. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എയിലുള്ള എലമെൻറ്റ്സ് -1 0 1 എന്നാണ്. അടുത്ത എ ഇൻറ്റു എയിലെ ബാക്കിയുള്ള എലമെൻറ്റ്സ് കാണാൻ ഇതുപോലെ 3 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് 3 ലൈൻസ് വരയ്ക്കുക. അതിൻ്റെ ഏറ്റവും താഴെ ഹൊറിസോണ്ടലായിട്ട് -1 0 1, അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും താഴെ നിന്ന് മുകളിലോട്ട് -1 0 1 അങ്ങനെ എഴുതി ഓരോന്നിതം കണ്ടെത്തി എഴുതുക. അപ്പം എക്സർസൈസ് 2.1 ഇവിടെ കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.